ഞാൻ പറയുന്നത് ചെകുത്താൻ, അശ്വന്ത് കോക്ക് എന്നിങ്ങനെ ഉള്ള 2 യൂട്യൂബേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ ഇവരുടെ വീഡിയോസൊക്കെ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. നിങ്ങളെല്ലാവരും എന്ന് പറയുന്നില്ല, നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. എന്തൊക്കെയാണ് ഇവർ പറയുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ പെട്ടെന്ന് കാര്യത്തിലോട്ട് കടക്കുകയാണ്. ഇവർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? എന്ത് മോശമാണിത്? ഇവരുടെ ഭാവി അപകടത്തിലാണെന്നൊക്കെ പറയുന്നവരുണ്ട്. അപ്പോൾ അത്തരം വർത്തമാനങ്ങളൊക്കെ കൂടി വരുന്ന സാഹചര്യത്തിൽ ഞാൻ ഇതിനെക്കുറിച്ച് അറിയുകയും പഠിക്കുകയും ഭാവിയിൽ സിനിമ ചെയ്യാൻ ഉള്ള ആളെന്നുള്ള നിലയിൽ സമൂഹത്തെ മനസ്സിലാക്കുകയും ചെയ്തു കഴിയുമ്പോൾ, എവല്യൂഷനൊക്കെ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഒരു കാര്യമാണ് ഇവരെക്കുറിച്ച്. എന്ന് വെച്ചാൽ അങ്ങനെ ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി പറയുകയല്ല, ഞാൻ പറഞ്ഞു വന്നപ്പോൾ അങ്ങനെ ആയിപ്പോയതാണ്. അതായത് ഇവർ ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ഇവർ രണ്ടുപേരും എന്തുകൊണ്ട് ചില പ്രവണതകൾ കാണിക്കുന്നു, എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ കാരണം അവർ തന്നെ പറയേണ്ടതാണ്. അത് അവരോട് അതിൻ്റേതായ രീതിയിൽ ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ. അതല്ലാതെ നിങ്ങൾക്ക് ആരാണ് ഇത് ചെയ്യാൻ അധികാരം തന്നത്, നീയൊക്കെ ആരാണെന്ന് പറഞ്ഞ് അവരെ ചൊടിപ്പിക്കുകയല്ല വേണ്ടത്. അവരെങ്ങനെ ചെയ്യുന്നു, കണ്ടിന്യൂസ്ലി ചെയ്യുന്നു, അവരോട് ചോദിക്കുക എന്തുകൊണ്ട് നിങ്ങളിങ്ങനെ ചെയ്യുന്നു, മറിച്ച് ചെയ്തുകൂടെ എന്ന് ചോദിക്കുമ്പോൾ അവരതിൻ്റെ ഉത്തരം പറയും. അത് മനസ്സിലാക്കുക, അതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് ചിന്തിക്കുക, അതിനനുസരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതേ ഉള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അതല്ലാതെ അവരെക്കുറിച്ച്, അതുകൊണ്ട് തന്നെ അവരോട് ചില കാര്യങ്ങളിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് പോലും എനിക്ക് പറയാൻ സാധിക്കുന്നില്ല. കാരണം അവരങ്ങനെ ചെയ്യുന്നതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടേണ്ടതുണ്ട്. പലരും സ്പഷ്ടമായിട്ട് അവരോട് ഇത്തരം ചോദ്യങ്ങളൊന്നും ചോദിക്കാറില്ല. അന്നേരം ഉണ്ടാകുന്ന ചില സംഭവങ്ങളെ ബേസ് ചെയ്ത് കുറേ ചോദ്യങ്ങൾ ചോദിക്കും, അവർ കുറേ ഉത്തരം പറയും, പിന്നെ ഈ യഥാർത്ഥ ചോദ്യങ്ങൾ ബാക്കി നിൽക്കും. പിന്നെ ഇതെല്ലാം കേട്ട് അറിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവരെ ചീത്ത വിളിക്കേണ്ടി വരികയാണ്. അപ്പോൾ നല്ല നല്ല ചോദ്യങ്ങളൊക്കെ ഇതുപോലെ അവരെന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരുന്ന വിധത്തിൽ ഉള്ള ചോദ്യങ്ങൾ അവരോട് ചോദിക്കുക. അപ്പോൾ അവരതിൻ്റെ ഉത്തരങ്ങൾ പറയും. അപ്പോൾ നമുക്കത് മനസ്സിലാകും. പിന്നെ ഗൗരവത്തോടുകൂടി അവർ സംസാരിക്കുകയും ഗൗരവത്തോടുകൂടി നമുക്കത് മനസ്സിലാക്കാനും സാധിക്കും. പിന്നെയാണ് അതിന്മേലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചർച്ചകൾ. ഇതങ്ങോട്ടും ഇങ്ങോട്ടും പോർവിളി നടത്തിയിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ആ സ്ഥിതിക്ക് അവരെ തള്ളിക്കളയാൻ പറ്റില്ല. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ 2 പേരും സമൂഹത്തിൽ അവർ ചെയ്യുന്ന പ്രവൃത്തികൾ വെച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇല്ലെന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ഗൗരവം എന്താണെന്ന് കുറച്ചും കൂടെ കഴിഞ്ഞേ ഉള്ളൂ, കുറച്ച് കാലം കൂടെ കഴിഞ്ഞ് മനസ്സിലാക്കാം. പല കാര്യങ്ങളും അവർ റിസ്ക് എടുത്ത് ചെയ്ത ഇനിഷ്യേറ്റീവുകളുണ്ട്, നടന്നിട്ടുണ്ട്. പല മാറ്റങ്ങളും വന്നിട്ടുണ്ട്. ഇതൊക്കെ പറയുമ്പോഴത്തേനും ഈ പഴഞ്ചൻ സന്യാസിമാർ തപസ് ചെയ്ത് നേടിയ സംഭവം, ആ ഒരു പഴഞ്ചൻ മൂല്യങ്ങൾ വെച്ച് മനസ്സിലാക്കരുത്. ഇപ്പോൾ തുല്യതയുടെ മൂല്യം വെച്ചാണ് ഞാനീ സംസാരിക്കുകയും അവർ പ്രവർത്തിക്കുകയും സമൂഹം മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെ ആ നിലവാരത്തിൽ മനസ്സിലാക്കണം. അപ്പോൾ പഴഞ്ചൻ മൂല്യങ്ങൾ വെച്ച് അനലൈസ് ചെയ്യുന്ന ആൾക്കാരാണ് ഇവരെ ഇങ്ങനെ പഴി പറയുകയും ഇവർ ചെയ്യുന്ന ഇവരുടെ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നില്ല, ഇവർ ചെയ്യുന്നതിലുള്ള ചില റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കണക്കിലെടുക്കാതെ പറ്റാതെ പോവുകയും ചെയ്യുന്നത്. പക്ഷേ അത് സമൂഹം തിരിച്ചറിഞ്ഞ് നാളെ അവരെ പൊക്കിയെടുത്ത് തലയിൽ വയ്ക്കുന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ 2 കൂട്ടരുടെയും വീഡിയോകളൊക്കെ മിക്കപ്പോഴും കാണാറുണ്ട്. പിന്നെ പറഞ്ഞില്ലേ, പൊതുവേ അവരെന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് അവരോട് തന്നെ ചോദിച്ച് വിശദാംശങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. എന്നിട്ടാണ് പിന്നെ ചർച്ച വേണ്ടത്, പോർവിളികളല്ല വേണ്ടതെന്നുള്ളതാണ്. കാരണം അവരൊരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഗുണം അവർക്ക് സമൂഹം ഇന്നല്ലെങ്കിൽ നാളെ നൽകും. സമൂഹം എടുത്ത് തലയിൽ വയ്ക്കും. പുതിയ മൂല്യങ്ങളുടെ നിലവാരത്തിലുള്ള കാര്യങ്ങളാണ് ഞാനീ സംസാരിക്കുന്നത്. പണ്ടത്തെ സന്യാസിമാർ സന്യസിച്ച് സ്വാധീനിച്ച പോലെയല്ല. അപ്പോൾ പിന്നെ ഇപ്പോൾ തുല്യതയുടെ മൂല്യങ്ങളാണ്. ഓരോരുത്തർക്കും അവരവരുടേതായ അഭിപ്രായങ്ങളുണ്ട്, ജീവിതങ്ങളുണ്ട്. പഴയതുപോലെയല്ല. നിത്യസത്യം ഇപ്പോൾ ആർക്കും അങ്ങ് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു സത്യമില്ല, അതൊക്കെ മിഥ്യയാണെന്നുള്ള കാര്യം മനുഷ്യൻ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പം എന്ത് പറഞ്ഞാലും അതിന് കൗണ്ടർ ഉണ്ടാവും. കാരണം എന്താണ്, എല്ലാവർക്കും തുല്യത എന്ന് പറഞ്ഞ മൂല്യം വന്നതിൻ്റെ ഗുണമാണത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മണ്ടൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ മണ്ടത്തരമാണ് പിന്നെ സത്യം. അതാണ് ഈ നിത്യസത്യം. അതിലോട്ട് കൂടുതൽ പോകുന്നില്ല. അപ്പം അങ്ങനെയൊക്കെ കാര്യങ്ങളെ മനസ്സിലാക്കണം. പുതിയ മൂല്യങ്ങൾ വെച്ച് സമൂഹത്തിനെയും ആളുകളെ മനസ്സിലാക്കണം എന്നുള്ളതാണ്. അപ്പം നമ്മൾ പ്രത്യേകം വീണ്ടും പറയുന്നു, നമ്മൾ ഫിലോസഫി വിട്ട് സൈക്കോളജിയിലൂടെ എവല്യൂഷനിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ആ മാറ്റത്തോടെ വേണം ചിന്തിക്കാൻ, ആ മാറ്റം ഉൾക്കൊണ്ട് വേണം ചിന്തിക്കാനായിട്ട്.
പഴഞ്ചൻ ചിന്താഗതിയുള്ള ആൾക്കാർക്കാണ് ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലാകാതെ അവരെ കുറ്റപ്പെടുത്തുന്ന നിലവാരത്തിലോട്ട് പൂർണ്ണമായും പോകുവാൻ സാധിക്കുന്നത്. പിന്നെ ഇവർ ചെയ്തിരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ റിസ്ക് എടുത്താണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവർ ഈ കാര്യങ്ങൾ റിസ്ക് എടുത്ത് ചെയ്യുമ്പോൾ എത്രത്തോളം അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു എന്നുള്ളത് അവർക്ക് തന്നെ അറിയാം. എത്രത്തോളം റിസ്ക് ആണ് ഇങ്ങനെ ചെയ്താലെന്നുള്ളത് നമ്മൾ ഇവിടെ നിന്ന് ചിന്തിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അവരങ്ങനെ റിസ്ക് എടുത്ത് അങ്ങനെ പോയി അതൊരു കരയ്ക്കെത്തിച്ച് അവരെ കൊണ്ട് പറ്റാവുന്ന വിധത്തിൽ അവരുടെ കാര്യങ്ങൾ അവർ നടത്തിയെടുത്തു കഴിഞ്ഞാൽ അതിനെ സമൂഹം അംഗീകരിക്കുക തന്നെ ചെയ്യും. അതിൽ സംശയമൊന്നുമില്ല. അന്ന് അവരുടെ കാര്യങ്ങളെല്ലാം പോസിറ്റീവായിട്ട് മാറും. അപ്പോൾ അതാണ്, ഇത് എല്ലാവർക്കും ഒരു പാഠമാണ്. ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്. ആദ്യമായിട്ട് റിസ്ക് എടുക്കുന്നവർക്ക് അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ടാവും. അത് താണ്ടി വേണം നമ്മളൊരു കാര്യം കരയ്ക്കെത്തുവാൻ. ദെൻ നമ്മൾ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇത് ഇവരെ രണ്ടുപേരെ കുറിച്ച് മാത്രമല്ല, ഒരുപാട് ആളുകൾ ഇങ്ങനെ ഉണ്ടാവാം. എനിക്ക് എൻ്റെ അറിവിന് പരിധിയുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും കൂടി ഈ സമയം ഓർക്കുന്നു. രണ്ടുപേരെ എടുത്തു പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ പെട്ടെന്ന്. പിന്നീട് കാണാം. താങ്ക് യു.